ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പുരാണങ്ങളിൽ തപസ് അനുഷ്ഠിച്ചിട്ടുള്ള അസുരന്മാരെല്ലാം ആദ്യം ചോദിക്കുന്ന വരം അമരത്വമാണ്. മരണം ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. മരണമില്ലാതാക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മരണാനന്തരം വീണ്ടും ഭൂമിയിൽ ജനിച്ച് സകല കഷ്ടപ്പാടുകളും സഹിച്ച് ജീവിക്കാൻ വിധിക്കപ്പെടുന്നു. അതിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നുവെങ്കിൽ മോക്ഷത്തിനുള്ള മാർഗത്തിലൂടെ സഞ്ചരിക്കണം. ഭാരതീയ സാഹിത്യത്തിലെ അമൂല്യമായ രത്നങ്ങളാണ് കാളിദാസ കൃതികൾ. സുന്ദരമായ ജീവിത വർണ്ണനകൾ നാടകീയമായി അവതരിപ്പിച്ച കാളിദാസന്റെ കൃതികളിൽ ഭക്തിക്കും പ്രധാനമായ സ്ഥാനം കൽപ്പിക്കുന്നു. രഘുവംശം എന്ന കാളിദാസ കൃതിയുടെ തുടക്കത്തിലുള്ള ശ്ലോകം പാർവതി പരമേശ്വരന്മാരെ വർണ്ണിക്കുന്നതും ഉജ്ജ്വല ഭക്തി നിറഞ്ഞതുമാണ്. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം പ്രണതോസ്മി സദാ ശിവം പ്രണതോസ്മി സദാ മഹാദേവ മനോഹര മഹാമന്ത്രദീപ പ്രഭോ മഹാമായ ഭഗവതി പ്രിയ നിന്നെ തൊഴുന്നേ. മഹാദേവ മനോഹര മഹാമന്ത്രദീപ പ്രഭോ മഹാമായ ഭഗവതി പ്രിയ നിന്നെ തൊഴുന്നേ. പരന്നീടും
देव महादेव सदाशिव തൊഴുന്നേ മഹാശൈലാധിപനെ ഇതാ വാഴ്ത്തി തൊഴുന്നേ. ദ്രാവിഡ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദേവനാണ് സുബ്രഹ്മണ്യൻ അഥവാ മുരുകൻ. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ട്. അതിലൊന്നാണ് ദേവയാനി. സുബ്രഹ്മണ്യന്റെയും ദേവയാനിയുടെയും കഥയാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ഒരു തുലാവർഷ കാലവർഷ കാലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പൊതുവിൽ നമ്മുടെ ക്രിയാശേഷി, കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ശേഷി പൊതുവിൽ കുറഞ്ഞതായിട്ടാണ് മഹാത്മാക്കൾ പറയാറുള്ളത്. എപ്പോഴും ഒരാലസ്യത്തിൻ്റെ, മടിയുടെയൊക്കെ ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് ഈ തണുത്ത അന്തരീക്ഷം, മഴ. ഇതൊക്കെ തന്നെ നമ്മുടെ ക്രിയാശേഷിയെ കുറയ്ക്കാറുണ്ട് എന്നാണ്. അങ്ങനെയുള്ള ക്രിയാശേഷിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇന്നത്തെ കഥയമമ്മയിൽ നമ്മൾ സംസാരിക്കുന്നത്. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയും അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള ദേവയാനി അല്ലെങ്കിൽ ദേവസേന എന്ന് നമ്മൾ വിളിക്കുന്ന ആ ദേവിയെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഇന്നത്തെ കഥയമമ്മയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഭഗവാന് 2 ഭാര്യമാരാണുള്ളത്. ഒരാളുടെ പേര് ദേവസേന, മറ്റൊരാളുടെ പേര് വള്ളി. ഇവരെങ്ങനെയാണ് ഭഗവാന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പല കഥകൾ പറയുന്നുണ്ട്, പല സമ്പ്രദായങ്ങളിൽ. ഇതിൽ പ്രധാനപ്പെട്ട 1-2 കഥകളൊക്കെ ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് പരിശോധിക്കാൻ ശ്രമിക്കാം. ഇതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് 2 പെൺകുട്ടികളുടെ കഥയാണ്. ഒരാളുടെ പേര് ദൈത്യസേന എന്നും മറ്റൊരാളുടെ പേര് ദേവസേന എന്നുമാണ്. ഈ ദൈത്യസേനയും അതുപോലെ തന്നെ ദേവസേനയും ഒരു കാലത്ത് അസുരന്മാർ തടവിലാക്കുകയും അതിൽ ദൈത്യസേനയെ കേശി എന്ന് പറയുന്ന അസുരൻ കല്യാണം കഴിച്ചു എന്നുമാണ് കഥ. ദേവസേനയ്ക്ക് അസുരന്മാരുടെ കൂടെ പോവാൻ ഒരു തരത്തിലുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ ആ പാവം പെൺകുട്ടിയായിട്ടുള്ള ദേവസേന ഈ കേശി എന്ന് പറയുന്ന അസുരനെ ഭയന്ന് ഓടാൻ തുടങ്ങി. കേശിയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പുറകെയും കിടന്നോടാൻ തുടങ്ങി. ആ സമയത്താണ് ഇന്ദ്രദേവൻ ആ വഴി വരുന്നത്. ഇന്ദ്രൻ ഈ അസുരന്മാരെ പരാജയപ്പെടുത്തുകയും ദേവസേനയെ സ്വീകരിക്കുകയും ചെയ്തു തൻ്റെ മകളുടെ സ്ഥാനത്ത്. അതോടുകൂടിയാണ് ഇന്ദ്രൻ്റെ മകളുടെ സ്ഥാനം ദേവസേനയ്ക്ക് ലഭിക്കുന്നത്. ആ ദേവസേനയാണ് ഇന്ദ്രനോട് ആവശ്യപ്പെടുന്നത്, ഞാൻ ആരെങ്കിലും വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അഗ്നിയുടെ തേജസ്സുള്ള ശിവപുത്രനെ മാത്രമായിരിക്കും. ആ ശിവപുത്രനായിട്ടാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി ജനിക്കുന്നതും പിന്നീട് അവരുടെ ഒരു വിവാഹം, ആ മാംഗല്യം നടക്കുന്നത്. ഇതാണ് ഒരു സമ്പ്രദായത്തിലുള്ള കഥ. ഇതിനേക്കാൾ കൂടുതൽ ദക്ഷിണ ഭാരതത്തിൽ കൂടുതലായിട്ട് പ്രചരിക്കുന്ന കഥ മഹാവിഷ്ണുവിൻ്റെ 2 പുത്രിമാരെ സംബന്ധിച്ചാണ്. ഭഗവാൻ നാരായണന് 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നത്രേ. ഒരാളുടെ പേര് അമൃതവല്ലി എന്നും ഒരാളുടെ പേര് സുന്ദരവല്ലി എന്നുമായിരുന്നു. അമൃതവല്ലിയും സുന്ദരവല്ലിയും നല്ല പാണ്ഡിത്യമുള്ള കുട്ടികളായിരുന്നു. ചെറുപ്പത്തിലെ അവർക്ക് വേദശീലമൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ വളർന്നു വരുന്ന കുട്ടികളായിരുന്നു. വിവാഹപ്രായം എത്തിയ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ അവർ തീരുമാനിച്ചു, ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയൊന്നും വിവാഹം കഴിക്കില്ല. ഞങ്ങൾ വിവാഹം ചെയ്യുകയാണെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും തേജസ്സുള്ള, ഏറ്റവും സുന്ദരനായിട്ടുള്ള ഒരാളെ മാത്രമേ ഞങ്ങൾ കല്യാണം കഴിക്കൂ എന്ന് ആ പെൺകുട്ടികൾ തീരുമാനിച്ചു. അങ്ങനെ ഒരാളെ കിട്ടാൻ വേണ്ടി അവർ തപസ് ചെയ്തു എന്നാണ്. അവരുടെ തപസ്സിൻ്റെ അവസാന ഭാഗത്ത് സാക്ഷാൽ മുരുകൻ സുബ്രഹ്മണ്യ സ്വാമി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ ജന്മത്തിൽ നിങ്ങൾക്ക് എൻ്റെ ഭാര്യമാരാവാനുള്ള ഒരു യോഗം കാണുന്നില്ല. ഈ ജന്മം ഉപേക്ഷിച്ച് നിങ്ങൾ 2 പെൺകുട്ടികളായി അടുത്ത ജന്മത്തിൽ പുനർജനിക്കും. ആ സമയത്ത് നിങ്ങളെ 2 പേരെയും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു എന്നാണ്. ഈ അമൃതവല്ലിയും സുന്ദരവല്ലിയും ആണത്രേ പിന്നീടുള്ള ജന്മത്തിൽ ദേവസേനയായിട്ടും അതുപോലെ തന്നെ വള്ളിയായിട്ടും പിന്നീട് പുനർജനിക്കുന്നത്. ഇവരെ 2 പേരെയും ഭഗവാൻ വിവാഹം ചെയ്തു. അതിൽ ദേവസേനയെ ഭഗവാൻ വിവാഹം ചെയ്യുന്നത് താരകാസുരനുമായിട്ടുള്ള ഭഗവാന്റെ യുദ്ധത്തിന് ശേഷം ഇന്ദ്രൻ തൻ്റെ മകളെ കൂടി ദേവസേനാധിപതിയായിട്ടുള്ള മുരുകന് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ്. ആ മാംഗല്യമൊക്കെ തമിഴ് സമ്പ്രദായത്തിലൊക്കെ വളരെ വിശേഷമായിട്ട് ആഘോഷിക്കാറുണ്ട്, തിരുക്കല്യാണം എന്ന പേരിൽ. എന്തായാലും ഇങ്ങനെയാണ് ഭഗവാന്റെ ജീവിതത്തിലേക്ക് ദേവസേന കടന്നു വരുന്നത്. ഭഗവാന്റെ ജീവിതത്തിലേക്ക് വള്ളി എങ്ങനെയാണ് വന്നതെന്ന് വരുന്ന അധ്യായത്തിൽ നമുക്ക് പരിചയപ്പെടാം. ഇനി യഥാർത്ഥത്തിൽ എന്താണ് ഈ കഥ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുകൂടെ മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ്റെ ശക്തികളിൽ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിവിശേഷമാണ് ക്രിയാശക്തി. കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് എന്നാണ് അതിൻ്റെ പേര്. 2 ശക്തിയാണ് പ്രധാനമായിട്ടും ഒരു മനുഷ്യന് വേണ്ടതെന്നാണ്. ഒന്ന് ഇച്ഛാശക്തിയും ഒന്ന് ക്രിയാശക്തിയും. ഈ ഇച്ഛാശക്തി ഉണ്ടായാൽ മാത്രം പോരാ, ഒരു കാര്യം ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായാൽ മാത്രം പോരാ, അത് ചെയ്യാനുള്ള ഒരു ശേഷി മനുഷ്യന് വേണം. ആ ചെയ്യാനുള്ള ശേഷിയുടെ ഭാഗമാണ് ദേവസേന എന്നാണ്. മുരുകനോട് കൂടി നിൽക്കുന്ന ദേവസേനയെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവേണ്ടത് നമ്മളുടെ ഉള്ളിലുള്ള ക്രിയാശേഷി വർദ്ധിക്കണം എന്നാണ്. എപ്പോഴും ഒരു ഉത്സാഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള എപ്പോഴുള്ളൊരു മനോഭാവത്തോടു കൂടി, എന്തൊരു കാര്യത്തെയും അതിനെ തുറന്ന മനസ്സോടുകൂടി കാണാനുള്ളൊരു മനോഭാവത്തോടു കൂടി നമുക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ദേവസേനാപതിയായിട്ടുള്ള മുരുകന് അനുഗ്രഹം ഉണ്ട് എന്നാണ് അതുകൊണ്ട് കൽപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ആലസ്യത്തിലേക്കോ മടിയിലേക്കോ ഒക്കെ നമ്മൾ വീണു പോകുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നുകയാണെങ്കിൽ ഉപാസിക്കാൻ ഏറ്റവും പറ്റിയ ഭാവമാണ് സാക്ഷാൽ മുരുകനും ദേവസേനയും ഒരുമിച്ച് നിൽക്കുന്ന ആ ഭാവം. ആ ഭാവത്തെ ധ്യാനിക്കുന്ന ആളുകൾക്ക് നല്ല ക്രിയാശേഷി ഉണ്ടാവുന്നതാണ്. അതിലൂടെ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ഏതൊരു പ്രവർത്തനവുമായിക്കൊള്ളട്ടെ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് മഹാത്മാക്കൾ പറയാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ക്രിയാശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സനാതന ധർമ്മത്തിന് വേണ്ടി എപ്പോഴും ഉത്സാഹത്തോടു കൂടി പണിയെടുക്കുന്ന നല്ല തലമുറയിലുള്ള കുട്ടികൾ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തോടെ ഈ ധർമ്മത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായി കണക്കാക്കുന്നത് കംബോഡിയയിലെ അങ്കോർവാട്ട് ക്ഷേത്രമാണ്. 12ാം നൂറ്റാണ്ടിൽ സൂര്യവർമ്മൻ രണ്ടാമൻ പണി കഴിപ്പിച്ച വിഷ്ണു ക്ഷേത്രമാണിത്. എന്നാൽ കാലക്രമത്തിൽ ഇത് ബുദ്ധക്ഷേത്രമായി പരിണമിച്ചു. എങ്കിലും ഇന്നും ഇത് ഹിന്ദു ബുദ്ധക്ഷേത്രമായി അറിയപ്പെടുന്നു. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥ. പഞ്ചഭൂതനാഥനാണ് ശിവൻ. ആകാശവും ജലവും ഭൂമിയും വായുവും അഗ്നിയും നിറഞ്ഞ ശിവരൂപം നിത്യവും ശുദ്ധവും സത്യവുമായി സകല ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. പ്രപഞ്ചപ്രാണന്റെ നിലനിൽപ്പ് തന്നെ ഓംകാരമെന്ന നാദത്തിലാണ്. ആദി കൈലാസത്തിലേക്കുള്ള യാത്ര പോലെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ ഒരു ആത്മീയ യാത്ര തന്നെയാണ് തിരുവാലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥയാത്ര. ആലുവ ശിവരാത്രി മണൽപ്പുറത്തു നിന്നും അല്പം അകലെയായി തിരുവാലൂർ എന്ന ദേശത്താണ് അതിപുരാതനമായ ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാകാലകാലം ഗണേശാധിപാലം. ക്ഷേത്രത്തിന്റെ അതിപുരാതനവും കമനീയവുമായ നിർമ്മിതി മിഴികളിൽ നിറയുമ്പോൾ മനസ്സ് ആയിരക്കണക്കിന് വർഷം പിന്നിലോട്ടു പോയി ക്ഷേത്രത്തിന്റെ ചരിത്ര കഥകളിലേക്ക് ഒരു സഞ്ചാരം നടത്തുകയായി. തിരുവാലൂരിന്റെ പൂർവ്വചരിത്ര കഥകൾ പ്രകൃതിയിലെ ഋതുഭേദങ്ങൾ പോലെ തികച്ചും വ്യത്യസ്തമായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങളും ക്ഷേത്രകലകളും ഘോഷയാത്രകളും പൂജാതി കർമ്മങ്ങളും നിറഞ്ഞു നിന്ന ഒരു വസന്തകാലം. ആനയും അമ്പാരിയും ആറാട്ടുമൊന്നുമില്ലാത്ത ശോകമൂകമായ വർഷകാലം. ക്ഷേത്രാന്തരീക്ഷത്തിലേക്ക് കടക്കാൻ ഭക്തർ പോലും ഭയപ്പെട്ടിരുന്ന കത്തിയെരിയുന്ന ചൂടിന്റെ ഗ്രീഷ്മകാലം. സായാഹ്ന സൂര്യന്റെ മഞ്ഞവെയിൽ വെട്ടിയിട്ട ഗ്രാമവഴികളിലൂടെ ഭഗവാന് സമർപ്പിക്കാനുള്ള പൂജാ പുഷ്പങ്ങളുമായി തിരുവാലൂർ ക്ഷേത്രസന്ധ്യകളിൽ ഗ്രാമവാസികളെ കൊണ്ട് നിരന്തരം നിറഞ്ഞ ഹേമന്ത നാളുകൾ. ഇങ്ങനെ വിവിധ കാലഘട്ടങ്ങളിൽ പല മാറ്റങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരുന്ന ക്ഷേത്രത്തിന്റെ വിധിക്ക് സാക്ഷ്യം വഹിച്ച ഭാഗ്യനിർഭാഗ്യങ്ങളുടെ സ്മൃതികളിലാണ് ഇന്നും എന്നും തിരുവാലൂർ ദേശക്കാർ. വടാധോ നിവാസം മഹാട്ടാട്ടഹാസം മഹാപാപനാശം. പക്ഷേ ഇന്നത്തെ കാലഘട്ടം ക്ഷേത്രത്തിന്റെ നല്ല കാലഘട്ടങ്ങളിൽ ഒന്നായാണ് ഭക്തജനങ്ങൾ കാണുന്നത്. ഋതുഭേദങ്ങളില്ലാത്ത വസന്തം പോലെ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ തടസ്സമില്ലാതെ നടന്നു പോകുന്നതുകൊണ്ട് മഹാദേവ ചൈതന്യം തിരുവാലൂരിന്റെ ആകാശങ്ങളെ നിരന്തരം ആനന്ദോത്സവങ്ങളിൽ ആറാടിക്കുന്നു.
പഞ്ചഭൂതങ്ങളിലൊന്നായ അഗ്നിസ്വരൂപത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. ഭാരതത്തിൽ തന്നെ വളരെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് അഗ്നിസ്വരൂപത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നത്. ഭഗവാൻ അനിഷ്ടമായതൊന്നിനും കടന്നുവരാൻ കഴിയാത്ത വിധം അദൃശ്യമായൊരു അഗ്നിവലയം തന്നെ ക്ഷേത്രത്തിനു ചുറ്റുമുണ്ടെന്ന് ദേശവാസികൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അസമയത്തോ പൂജാസമയം കഴിഞ്ഞോ ക്ഷേത്രാന്തരീക്ഷത്തിലേക്ക് ഭക്തജനങ്ങളോ നാട്ടുകാരോ കടന്നു വരാറില്ല. അങ്ങനെ അനവസരങ്ങളിൽ ഇവിടുത്തെ നിശബ്ദതയെ ഭേദിച്ചിട്ടുള്ളവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളതെന്ന് നിരവധി അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തി ദേശവാസികൾ പറയുന്നു. ഈ ഏകാന്തതയിലും നിശബ്ദതയിലും ധ്യാനനിരതനാകുന്നത് തന്നെയാവാം ഭഗവാൻ ഇഷ്ടം. സംസ്ഥിതം സർവദാ സന്നിഗേഹം പരബ്രഹ്മ ബ്രഹ്മാദിഭിർവന്ദ്യമാൻ. തിരുവാലൂർ മഹാദേവ ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ തിരുവാരൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുമാണ്. തമിഴ്നാട്ടിലെ തിരുവാരൂർ ശ്രീകോവിലിനുള്ളിൽ നിന്നും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തേജസ്സാർന്ന ഒരു അഗ്നിഗോളം പുറത്തേക്ക് കടക്കുന്നത് കണ്ട ഒരു ഭക്തൻ അതിനെ പിന്തുടരുകയായിരുന്നു. അഗ്നിഗോളം ഒരു ഈശ്വര ചൈതന്യം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ ഭക്തൻ അഗ്നിഗോളത്തിനു മുന്നിൽ ഒരു വിളക്കുമായി നടന്നു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങും നിൽക്കാതെ അഗ്നിഗോളവും അയാളെ അനുഗമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ദിവസങ്ങളോളം നടന്ന് ഇന്ന് തിരുവാലൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തുമ്പോൾ അഗ്നിഗോളം അവിടെ ലയിച്ചു ചേരുന്നതായാണ് ഭക്തൻ കാണുന്നത്. ഉടൻ തന്നെ ദേശവാസികളെ എല്ലാം വിളിച്ച് അഗ്നിഗോളത്തിന്റെ കഥ പറയുകയും നാട്ടിലെ പ്രമാണിമാരെല്ലാം ചേർന്ന് അന്നത്തെ ആലങ്കോട് രാജാവിന്റെ തിരുസന്നിധിയിൽ വിവരമറിയിക്കുകയും രാജാവിന്റെ കൽപ്പന പ്രകാരം ക്ഷേത്ര നിർമ്മാണം തുടങ്ങുകയും കുട്ടശ്ശേരി നമ്പൂതിരിയെ ക്ഷേത്രം തന്ത്രികളായി നിയമിക്കുകയും ചെയ്തു. കുട്ടശ്ശേരി നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഇന്നു കാണുന്ന എല്ലാ അംഗങ്ങളോടും കൂടിയ ക്ഷേത്രം നിർമ്മിച്ച് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. തുടർന്ന് നിത്യനിദാനങ്ങളും ഉത്സവാദി വിശേഷങ്ങളും തന്ത്രി നിശ്ചയിച്ചു കൊടുക്കുന്നു. ക്ഷേത്രത്തിന്റെ സാമുദായിക സ്ഥാനത്ത് ചേർപ്പിൽ ചിറ്റൂര് നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം ആവശ്യാനുസരണം ക്ഷേത്രകാര്യങ്ങൾ ഊരാൺമ കുടുംബങ്ങളുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നു. ശ്മശാനേ വസന്തം മനോജം ദഹന്തം ശിവം. ഏതോ പൗരാണിക ക്ഷേത്ര നഗരിയിലെത്തുന്നത് പോലെയുള്ള ആത്മാനുഭവമാണ് തിരുവാലൂർ മഹാദേവ ക്ഷേത്ര കാഴ്ചകൾ നമുക്ക് നൽകുന്നത്. വിഹാരം ഭവം വേദസാരം സദാ നിർവികാരം ശ്മശാനേ വസന്തം മനോജം. അഗ്നിസ്വരൂപനായ ഭഗവത് ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രത്തിലെ ബലിക്കല്ല് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാകുന്നു. സ്വയം യപ്രഭാതേ നരശൂലപാണേ പഠേത്തോത്രരത്നം വിഹിപ്രാപ്യ രത്നം സുപുത്രം സുജാനം സുമിത്രം കളത്രം. ബലിക്കല്ലിനു മുകളിലായി അതിമനോഹരമായ ശില്പചാതുര്യത്താൽ പാശുപതാസ്ത്രം കഥ കൊത്തിവച്ചിരിക്കുന്നു. യപ്രഭാതേ നരശൂലപാണേ പഠേത്തോത്രരത്നം വിഹിപ്രാപ്യ. ബലിക്കൽ പുര കടന്ന് ശ്രീകോവിലിനു മുന്നിലേക്ക് നടക്കുമ്പോൾ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാന്റെ സന്തത സഹചാരിയായ നന്ദിദേവൻ ഭഗവാനെ ദർശിച്ചിരിക്കുന്നു. നമസ്കാര മണ്ഡപത്തിനു മുകളിലായി കൊത്തിവച്ചിരിക്കുന്ന മാർക്കണ്ഡേയ ചരിതം മറ്റൊരു ശില്പകാവ്യത്തിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇനിയാണ് കാഴ്ചകളുടെ പുണ്യോത്സവം. അത്രമേൽ മനോഹരമാണ് ക്ഷേത്രത്തിന്റെ വട്ടശ്രീകോവിൽ. പ്രഭാകരലിംഗം തൽപ്രണമാമി സദാശിവലിംഗം അഷ്ടദലോപരിവേഷ്ടിതലിംഗം സർവസമുദ്ഭവകാരണം. ഇവിടെ ഈ ചുമരുകളിൽ ചെറിയ ചെറിയ ശില്പഭംഗിയുടെ ഘോഷയാത്രകളാണ്. അങ്ങനെ കൈലാസ ശൃംഗങ്ങൾ വലം വയ്ക്കുന്നത് പോലെ ശ്രീകോവിലിനു ചുറ്റും പ്രദക്ഷിണം വെച്ച് ഭഗവാനെ തൊഴാം. സച്ചിന്തകളുമായി ഭഗവാന് മുന്നിൽ വരുന്ന ഏതൊരു ഭക്തനും ജീവിതത്തിന്റെ സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും ഓംകാര മന്ത്രം നിറഞ്ഞ പുതിയൊരു വഴി ഭഗവാൻ തെളിയിച്ചു കൊടുക്കുമെന്നതിൽ സംശയമില്ല. പരമപരം പരമാത്മകലിംഗം
തൽപ്രണമാ ക്ഷേത്രത്തിനു കിഴക്കുവശത്തായി ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. ശ്രീകോവിലിനുള്ളിലെ ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് നേരെ തന്നെയാണ് ക്ഷേത്രക്കുളം. ഇത് ദേവന്റെ തീർത്ഥക്കുളമായിട്ടാണ് കരുതപ്പെടുന്നത്. രോഗവിമുക്തിക്കും പാപനാശങ്ങൾക്കും ഈ തീർത്ഥക്കുളത്തിൽ സ്നാനപുണ്യം തേടിയെത്തുന്നവരുമുണ്ട്. ക്ഷേത്രത്തിന്റെ ഊരാൺമാവകാശം 28 നമ്പൂതിരി കുടുംബങ്ങൾക്കായിരുന്നു. അതിൽ 2 കുടുംബങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. പണ്ടൊരിക്കൽ ഊരാൺമ കുടുംബങ്ങൾ ഒത്തുചേർന്ന് അഗ്നിസ്വരൂപത്തിലുള്ള ശിവലിംഗമാണോ എന്ന് പരീക്ഷിച്ചറിയാൻ തന്ത്രികളെ നിർബന്ധിച്ചു. തന്ത്രികൾ പലവട്ടം വേണ്ട എന്ന് പറഞ്ഞിട്ടും ഊരാൺമ കുടുംബക്കാർ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ക്ഷേത്രത്തിന്റെ ബലിക്കല്ലിൽ നിന്ന് അഗ്നി പ്രവഹിക്കുന്നത് ഊരാൺമ കുടുംബക്കാർക്ക് തന്ത്രി കാട്ടിക്കൊടുക്കുകയും തുടർന്നുണ്ടായ ശാപം നിമിത്തം 26 ഊരാൺമ കുടുംബങ്ങളിലെയും സന്തതി പരമ്പരകൾ അന്യം നിന്ന് പോവുകയും ചെയ്തു. അന്ന് ഭഗവാനെ പരീക്ഷിക്കാനുള്ള ശ്രമത്തിൽ നിന്നും മാറി നിന്ന 2 ഊരാൺമ കുടുംബങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് സത്യം. മേടമാസത്തിലാണ് തിരുവാലൂരപ്പന്റെ ഉത്സവകാലം. പരമ്പരാഗത ശൈലിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ പിന്തുടർച്ച തന്നെയാണ് ഉത്സവ പൂജകളിൽ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നത്. ഉത്സവാവസാനം ആറാട്ടിനായി ഭഗവാനെ ആലുവ ശിവരാത്രി മണൽപ്പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. ആലുവ പുഴയാണ് തിരുവാലൂരപ്പന്റെ ആറാട്ട് കടവ്. ഇവിടെയാണ് ആലുവ മഹാദേവ ക്ഷേത്രവും തിരുവാലൂർ ദേശവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര കഥ നിലനിൽക്കുന്നത്. ത്രേതായുഗത്തിൽ ശ്രീരാമാവതാര കാലത്ത് രാവണനാൽ വധിക്കപ്പെട്ട ജടായു എന്ന പക്ഷിക്ക് ശ്രീരാമൻ ബലിതർപ്പണം നടത്തിയ സ്ഥലമാണ് ശിവരാത്രി മണൽപ്പുറം. ജടായുവിന്റെ തലഭാഗം ആലുവ മണൽപ്പുറത്തും നടുഭാഗം കടുങ്ങല്ലൂരിലും വീണപ്പോൾ വാൽഭാഗം വീണത് തിരുവാലൂരിലുമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കുങ്കുമചന്ദനലേപിതലിംഗം പങ്കജഹാര സുശോഭിതലിംഗം സഞ്ജിത പാപവിനാശകലിംഗം തൽപ്രണമാമി സദാശിവലിംഗം. മഞ്ഞവേലുകൾക്കപ്പുറം സൂര്യൻ ജ്വലിച്ചു തുടങ്ങി. തിടമ്പിലേറിയ ഭഗവാന്റെ ചൈതന്യം പോലെ സൂര്യന്റെ പൊൻവെട്ടം തിരുവാലൂർ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലുകളിൽ വീണു തിളങ്ങുമ്പോൾ ശ്രീകോവിലിനുള്ളിലെ അഗ്നിസ്വരൂപത്തിൽ നിന്നും ഓംകാരധ്വനികൾ ഉയർന്നു. ശ്രീകോവിലിനുള്ളിലെ ജ്യോതിസ്വരൂപത്തിൽ നിന്നും ദർശനഭാഗ്യം കിട്ടുന്ന ഭക്തമനസ്സുകളിൽ നിന്നും സർവകാമനകളും ഇല്ലാതാകുമ്പോൾ ഇന്ദ്രിയബോധങ്ങളിൽ നിന്നകന്ന് ആത്മബോധങ്ങളുടെ ദീപശോഭകളിലേക്ക് യാത്ര ചെയ്യുന്നു. ഇവിടെ ഭക്തൻ സ്വന്തം ആത്മചൈതന്യം തിരിച്ചറിയുകയാണ്. ആത്മാവിനെ മറന്നുകൊണ്ടുള്ള ജീവിതത്തിന്റെ അർത്ഥമില്ലായ്മ അറിയുമ്പോൾ ഭഗവത് ചൈതന്യത്തിൽ നിന്ന് മോക്ഷമാർഗം തെളിയുന്നു. അങ്ങനെ നിത്യവും ശുദ്ധവും സത്യവുമായ തിരുവാലൂരപ്പന്റെ പുണ്യദർശനം ആത്മാവിനെ മോക്ഷസാഗരമാക്കുമ്പോൾ ആകാശങ്ങളിലെ കോടാനുകോടി നക്ഷത്രങ്ങൾക്കപ്പുറത്ത് നിന്നും പരമാത്മാവിലെ പ്രകാശ ചൈതന്യത്തെ ആത്മചൈതന്യം അനുഭവിച്ചറിയുന്നു. ദൈവത്തെ ഒരു രക്ഷകനായി കാണുന്നവരാണ് ഏറെയും. നാം ചോദിക്കുന്നത് എന്തും തരേണ്ടത് ദൈവത്തിന്റെ കടമയാണെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ അറിവുള്ളവർ ദൈവത്തെ സ്നേഹിക്കുന്നു. നാം ദൈവത്തെ ഏത് ഭാവത്തിൽ കാണുന്നുവോ ആ ഭാവത്തിൽ തന്നെ ദൈവം നമ്മളോടൊപ്പം ഉണ്ടാകും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.